അപ്പോൾ അത് കഴിഞ്ഞ് നേരെ എത്തിയത് കൊട്ടാരക്കരയിലെ മീൻപിടിപ്പാറയിലാണ്. കൊട്ടാരക്കരയിലെ കിഡിലൻ ടൂറിസ്റ്റ് കേന്ദ്രമാണ് മീൻപിടിപ്പാറ എന്ന് പറയുന്നത്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ കിഡിലൊരു സ്പോട്ടാണ്. ഈ ബ്രിഡ്ജൊക്കെ നല്ല രസമാണ് കേട്ടോ ഇതിലൊക്കെ നടക്കാനായിട്ട്. പിന്നെ തൊട്ടിലൊക്കെ കുറച്ച് ആട്ടമൊക്കെ ആടിയതിനു ശേഷം ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു നടന്നു. ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുള്ള സ്ഥലമായിരിക്കും, കിഡിലിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ആര്യാസിലേക്ക്. ആര്യാസിലെ പൂരി എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അവിടെ പൂരിയും കഴിച്ചിട്ട് നേരെ അനുജിത്തും ആര്യയൊക്കെ വന്നു. അപ്പോൾ അവരുമായിട്ട് നേരെ സാമ്പ്രാണിക്കൊടി ലക്ഷ്യമാക്കി പോയ വഴിക്ക് ഒരു ചായക്കട കാണാൻ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നേരെ ഞങ്ങൾ എത്തിയത് നമ്മുടെ സാമ്പ്രാണിക്കൊടി ഐലൻഡിലാണ്. അടിപൊളിയാണ് സാമ്പ്രാണിക്കൊടി ഐലൻഡ്. ഈവനിങ്ങിലൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കിട്ടില്ല ഒരു ഏരിയ തന്നെയാണ്. അങ്ങനെ സാമ്പ്രാണിക്കൊടി ഐലൻഡിലെ കാഴ്ചകളെ കണ്ടു കഴിഞ്ഞപ്പോൾ ശംഭു ആര്യയുണ്ണിയും അനിയത്തിനെയും ചേർത്ത് നിർത്തി പുതിയ മോഡൽ ഫോട്ടോയൊക്കെ ട്രെൻഡിങ് ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നേരെ കനികയ്ക്ക് കേക്ക് വാങ്ങിക്കാനായിട്ടൊരു കേക്ക് കടയിൽ കയറി ഒരു കേക്കും വാങ്ങി നേരെ കൊല്ലം ബീച്ചിലേക്ക് എത്തി കേക്ക് കട്ട് ചെയ്തു. കൊല്ലം ബീച്ചിൽ വെച്ചുള്ള കേക്ക് കട്ടിങ് ഒരു വൈബ് സ്ഥലമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ പോയത് പൂന്തർ ഷാപ്പിലാണ്. പൂന്തർ ഷാപ്പിലെ വൈകുന്നേരത്തെ ഫുഡും കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക്. ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്.